ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. ട്രേഡ് താരിഫിന്മേലുള്ള US കോടതി വിധിയും അതിനെതിരെയുള്ള അപ്പീൽ കോടതിയുടെ തീരുമാനങ്ങളുമെല്ലാം ആഗോള വിപണികളിൽ ചലനം സൃഷ്ടിച്ചതോടെ ആഭ്യന്തര വിപണിയും കൂടുതൽ സമയവും റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതേസമയം കമ്പനികളുടെ ശക്തമായ നാലാം പാദഫലവും GDP ഡാറ്റയും RBI നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയും കാരണം FII നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ US-ലെ 10-year ബോണ്ട് ഈൽഡിലുണ്ടായ വോളറ്റിലിറ്റിയും വിപണികളുടെ പ്രകടനത്തെ സ്വാധീനിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 50 0.41% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 0.63% നേട്ടവും കാഴ്ചവെച്ചു. സൂചികകളിൽ ഏറ്റവും അധികം മൂവ്മെന്റ് കാഴ്ചവെച്ച PSU ഇൻഡെക്സിന്റെ മുന്നേറ്റം 4.08%. 1.67% നേട്ടമാണ് മീഡിയ സൂചിക രേഖപ്പെടുത്തിയത്. തൊട്ടുപിന്നാലെ 1.33% നേട്ടം നൽകിക്കൊണ്ട് റിയൽറ്റി മേഖലയും പ്രതിവാര പ്രകടനത്തിൽ തിളങ്ങി. 2.16% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് FMCG സൂചികയാണ് വീക്കിലി പെർഫോമൻസിൽ ഏറ്റവും അധികം ഇടിഞ്ഞത്. 0.81% ഇടിവാണ് ഓട്ടോ മേഖലയിൽ ഉണ്ടായത്. അതേസമയം ബ്രോഡർ മാർക്കറ്റിൽ BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ 0.5% മുതൽ 1.5% കൂടുതൽ നേട്ടവും നൽകി. യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തിയ നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ശക്തമായ മുന്നേറ്റം നടത്തുന്ന അമേരിക്കൻ സൂചികകളെയാണ് പോയ വാരം കണ്ടത്. താരിഫിനെ തുടർന്ന് പണപ്പെരുപ്പ സമ്മർദ്ദം ഉയർന്നു വരുന്നതും ഒപ്പം വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മ കണക്കുകളും ഒരു സ്റ്റാഗ്ഫ്ലേഷൻ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ തള്ളിവിട്ടേക്കാമെന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സിലെ സൂചനകളും ട്രംപും ജെറോം പവലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും വിപണികൾക്ക് മേൽ നേരിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തി. എന്നിരുന്നാലും വാരാന്ത്യത്തിൽ വിപണി ഒരു പോസിറ്റീവ് ടോണിൽ അവസാനിച്ചത് നിക്ഷേപകരുടെ പ്രതീക്ഷയെ ഉയർത്തുന്നു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 1.6% മുന്നേറിയപ്പോൾ നാസ്ഡാക്ക് 100 2.03% കുതിപ്പും നടത്തി. S&P 500 സൂചിക 1.88% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. ജൂൺ ആദ്യവാരത്തിൽ അമേരിക്കൻ സൂചികകളെ കാത്തിരിക്കുന്നത് പ്രധാന ലേബർ ഡാറ്റകളും വിവിധ PMI കണക്കുകളുമാണ്. 2-ാം തീയതി അമേരിക്കയുടെ നിർമ്മാണ മേഖലയുടെ PMI ഡാറ്റ ലഭ്യമാകും. മെയ് മാസത്തിലെ കണക്കുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. PMI 52.3 ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയും വിപണിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയേക്കാം. തുടർന്ന് ജൂൺ 3 വരുന്ന ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡാറ്റയോടെ ലേബർ ഡാറ്റകൾക്ക് തുടക്കം കുറിക്കും. ഏപ്രിൽ മാസത്തെ ഡാറ്റയാണ് വരാനിരിക്കുന്നത്. ഫെഡറൽ സർക്കാരിന്റെ ലേബർ ഡാറ്റകൾക്ക് മുന്നോടിയായി എത്തുന്ന കണക്കുകൾ എന്ന നിലയിൽ ലേബർ മാർക്കറ്റിന്റെ ട്രെൻഡ് വിലയിരുത്താൻ ഈ ഡാറ്റകളിലൂടെ സാധിക്കും. ഇതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു ഡാറ്റയാണ് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്. ജൂൺ 4 ഈ ഡാറ്റകൾ പബ്ലിഷ് ചെയ്യുക. അന്ന് തന്നെ എത്തുന്ന സർവീസ് കോമ്പസൈറ്റ് PMI കണക്കുകളും ISM പബ്ലിഷ് ചെയ്യുന്ന നിർമ്മാണ ഇതര PMI ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. ജൂൺ 5 പതിവ് പോലെ തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വരുന്നുണ്ട്. ജൂൺ 6 ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഫെഡറൽ സർക്കാരിന്റെ കണക്കുകൾ എത്തിത്തുടങ്ങും. അതിൽ ആദ്യം പബ്ലിഷ് ചെയ്യുക നോൺ ഫാം പേറോൾസ് കണക്കുകളാണ്. കാർഷിക ഇതര മേഖലകളുടെ തൊഴിലില്ലായ്മ നിരക്കറിയാൻ ഈ ഡാറ്റ സഹായിക്കും. ഒപ്പം അന്ന് തന്നെ മെയ് മാസത്തെ തൊഴിലില്ലായ്മ നിരക്കുകളും എത്തും. നിലവിൽ സമ്മർദ്ദം നേരിടുന്ന ലേബർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ഡാറ്റകൾ നിർണായകമാകും. പ്രതികൂലമായ ഡാറ്റകളാണ് എത്തുന്നതെങ്കിൽ വിപണികളെ വിൽപ്പനാ സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം. ഇനി മറിച്ചാണെങ്കിൽ നിലവിലെ ബുള്ളിഷ് ടോൺ നിലനിർത്താനും സാധിക്കും. പോയ വാരത്തിൽ യൂറോപ്യൻ സൂചികകളുടെ ഒരു റീബൗണ്ടിംഗ് ആണ് കാണാൻ സാധിച്ചത്. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡാക്സ് സൂചിക 1.56% നേട്ടത്തിൽ അവസാനിച്ചപ്പോൾ FTSE 100 0.61% നേട്ടവും CAC 40 0.23% നേരിയ മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തത്. യൂറോപ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ വിവിധ തരത്തിലുള്ള PMI കണക്കുകളും CPI കണക്കുകളുമാണ് വിപണികളെ കാത്തിരിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ജൂൺ 2 എത്തുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ മേഖലയിലെ PMI കണക്കുകളാണ്. ജർമ്മനിയും നിർമ്മാണ മേഖലയിൽ നേരിയ തോതിലുള്ള ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കുമ്പോൾ യൂറോസോണും ബ്രിട്ടനിലും മാർജിനലായ ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 3 യൂറോസോണിന്റെ CPI, കോർ CPI തൊഴിലില്ലായ്മ കണക്കുകളും നിക്ഷേപകർക്ക് മുന്നിലെത്തും. ഇതോടെ യൂറോസോണിന്റെ സമീപ ഭാവിയിലെ ഇക്കണോമിക് ട്രെൻഡ് വിലയിരുത്താൻ നിക്ഷേപകർക്ക് കഴിയും. ജൂൺ 4 ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോസോൺ എന്നിവയുടെ സർവീസ് PMI കണക്കുകളും യൂറോസോൺ, ബ്രിട്ടൻ എന്നിവയുടെ കോമ്പസൈറ്റ് PMI കണക്കുകളും എത്തും. ഇതോടെ
മേഖലയുടെ ഏതൊക്കെ സെക്ടേഴ്സാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നും ഏതൊക്കെ സെക്ടേഴ്സാണ് കോൺട്രാക്ട് ചെയ്യുന്നതെന്നും കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. ജൂൺ 5-ന് ECBയുടെ ധനനയ യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. വളർച്ചയെ ബൂസ്റ്റ് ചെയ്യാൻ 25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4.15% പലിശ നിരക്ക് കുറയുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ജൂൺ 6-ന് യൂറോസോണിന്റെ GDP കണക്കുകൾ കൂടി എത്തുന്നതോടെ ഇക്കണോമിയെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് ലഭ്യമാകും. US-ഉമായുള്ള വ്യാപാര ചർച്ചകൾ കാര്യമായ പുരോഗതി കൈവരിക്കാത്തതിനെ തുടർന്ന് ചൈനീസ് വിപണികളിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടെങ്കിലും വാറൻ ബഫയുടെ പ്രധാന ജാപ്പനീസ് ഓഹരികളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവും യെന്നിന്റെ മൂല്യമിടിവും ജാപ്പനീസ് സർക്കാരിന്റെ പുതിയ റീഫോംസും നിക്കൈ 225ന്റെ കുതിപ്പിലേക്ക് നയിച്ചു. വിവിധ PMI ഡാറ്റകൾ തന്നെയാണ് ഏഷ്യൻ വിപണികളും അടുത്ത വാരം കാത്തിരിക്കുന്നത്. ജൂൺ 2-ന് ചൈനയുടെ സെയ്ജിൻ മാനുഫാക്ചറിംഗ് PMI ഡാറ്റകളെത്തും. നേരിയ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 3-ന് ജപ്പാന്റെ സർവീസ് PMI കണക്കുകളും പബ്ലിഷ് ചെയ്യും. 52.4-ൽ നിന്നും 50.8 സർവീസ് PMI കുറയും എന്നാണ് ഇപ്പോഴുള്ള അനുമാനം. 4-ാം തീയതി ചൈനയുടെ സെയ്ജിൻ സർവീസ് PMI കണക്കുകൾ കൂടി എത്തുന്നതോടെ ചൈനയുടെ പ്രധാന 2 സെക്ടറുകളുടെ വളർച്ചയുടെ ഗതി വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരത്തിൽ ഇടിവാണ് കാണാൻ സാധിച്ചത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.94% ഇടിവോടെ ബാരലിന് $62.45 വ്യാപാരം അവസാനിപ്പിച്ചത്. WTI ക്രൂഡ് പ്രതിവാര അടിസ്ഥാനത്തിൽ 2.1% ഇടിവിൽ ബാരലിന് $60.08 എന്ന നിലയും രേഖപ്പെടുത്തി. ട്രംപിന്റെ താരിഫ് നടപടികൾ കോടതി പുനഃസ്ഥാപിച്ചതും ശനിയാഴ്ചത്തെ യോഗത്തിന് ശേഷം OPEC+ രാജ്യങ്ങൾ ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന തീരുമാനവും ആഗോളതലത്തിൽ തുടരുന്ന അനിശ്ചിതത്വവുമെല്ലാം എണ്ണയുടെ ഡിമാൻഡ് കുറയ്ക്കുമെന്ന് നിക്ഷേപകർ കരുതുന്നതിനാലാണ് എണ്ണവില കുറയാനിടയായത്. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $62.21 തുടർന്ന് $61.60 അപ്സൈഡിലേക്ക് വരുമ്പോൾ $63.27 റെസിസ്റ്റൻസ്. ഇത് മറികടക്കാൻ സാധിച്ചാൽ $63.88 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. CPR അനുസരിച്ച് നോക്കുകയാണെങ്കിൽ WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $59.14 തുടർന്ന് $58.44 $57.33 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $60.25 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $60.95 തുടർന്ന് $62.06 റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.05% ഇടിവോടെ ട്രോയ് ഔൺസിന് $3288.58 വ്യാപാരം അവസാനിപ്പിച്ചത്. ഏപ്രിലിലെ US ഇൻഫ്ലേഷൻ കണക്കുകൾ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതുകൊണ്ട് $3300 നിരക്കിൽ സ്വർണ്ണവില ഡിഫൻസീവായി നിലനിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. താരിഫ് അനിശ്ചിതത്വവും US ബോണ്ട് ഈൽഡ് കുറയുന്നതും സ്വർണ്ണവിലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കില്ല എന്നാണ് അനുമാനം. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് $3258 തുടർന്ന് $3229 $3307 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 3336 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പ്രതിവാരാടിസ്ഥാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തിയത്. വാരാന്ത്യത്തിൽ 0.38% നേട്ടത്തിൽ $85.47 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. $85.75 വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് $86.36 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് $84.82 എന്ന ലെവലിലും തുടർന്ന് $84.50 എന്ന ലെവലും റെസിസ്റ്റൻസായി പരിഗണിക്കാവുന്നതാണ്. തുടർച്ചയായി 2ാം ആഴ്ചയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. പോയ വാരം FIIകൾ രേഖപ്പെടുത്തിയത് 418.36 കോടിയുടെ വിൽപ്പനയാണ്. എന്നാൽ തുടർച്ചയായ 6ാം വാരവും വാങ്ങൽ നടത്തിയ DIകൾ 33,144.78 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. മെയ് മാസത്തിൽ FIIകൾ 11,773.25 കോടിയുടെ നിക്ഷേപവും DIകൾ 67,642.34 കോടിയുടെ നിക്ഷേപവുമാണ് നടത്തിയിരിക്കുന്നത്. ആഴ്ചയിലെ അവസാന ദിനം എത്തിയ GDP കണക്കുകളായിരുന്നു വിപണിയിൽ നിർണായകമായത്. 4ാം പാദത്തിൽ രാജ്യത്തെ GDP വളർച്ച 7.4%.
2024-25 മുഴുവൻ സാമ്പത്തിക വർഷത്തിൽ GDP വളർച്ച 6.5%. ഇത് RBIയുടെ 6.6% എന്ന പ്രൊജക്ഷനേക്കാൾ അല്പം താഴെയായിരുന്നു. പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള നോമിനൽ GDP സാമ്പത്തിക വർഷത്തിൽ 9.8% വർദ്ധിച്ച് 330.68 ട്രില്യണിലെത്തി. ജനുവരി-മാർച്ച് പാദത്തിൽ മാത്രം നോമിനൽ GDP 10.8% ഉയർന്ന് 88.18 ട്രില്യണുമായി. വരുന്ന വാരം ജൂൺ 1-ന് രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾ 2025 മെയ് മാസത്തിലെ ഓട്ടോ സെയിൽസ് കണക്കുകൾ പുറത്തുവിടും. പ്രധാന വിഭാഗങ്ങളിലുടനീളമുള്ള വോള്യം ട്രെൻഡുകളിൽ സ്ലോ ഡൗൺ തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിൾ, മീഡിയം, ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വിഭാഗങ്ങൾ സമ്മർദ്ദത്തിലാണെങ്കിലും ടൂ വീലർ വാഹനങ്ങളും ട്രാക്ടറുകളും മുന്നേറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വരുന്ന വാരത്തിൽ ജൂൺ 6-ന് RBI മീറ്റിംഗ് വിപണിക്ക് ഏറെ നിർണായകമാകും. തുടർച്ചയായ മൂന്നാം യോഗത്തിലും റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വെട്ടിക്കുറച്ച് 5.75% റിപ്പോർട്ട് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ജൂൺ 6-ന് എത്തും. മെയ് 23-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $6.99 ബില്യൺ താഴ്ന്ന് $692.72 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ പ്രധാന കമ്പനികളായ LIC, ഭാരത് ഡൈനാമിക്സ്, IRCTC, ബജാജ് ഓട്ടോ, സുസ്ലോൺ എനർജി എന്നീ കമ്പനികളുടെ പാദഫലങ്ങളായിരുന്നു പോയ വാരം വിപണിയുടെ ഗതി നിർണയിച്ചത്. സമ്മിശ്രമായ 4ാം പാദഫലമാണ് LIC രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ ലാഭം 38.1% ഉയർന്നു. എന്നാൽ നെറ്റ് പ്രീമിയം ഇൻകം 3.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 12 രൂപ നിരക്കിൽ ലാഭവിഹിതവും കമ്പനി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റിൽ 6% കുറവാണ് ഉണ്ടായത്. മറുവശത്ത് കമ്പനിയുടെ റവന്യൂയിൽ 112.2% കുതിപ്പും കാണാനിടയായി. IRCTCയുടെ പാദഫലം മികച്ചതായിരുന്നു. ലാഭത്തിൽ 26% ഉയർച്ചയാണ് ഇത്തവണ കമ്പനി കാഴ്ചവെച്ചത്. വരുമാനം 10% കൂടുതൽ ഉയർന്ന് 1268.5 കോടി രൂപയിലും എത്തിച്ചേർന്നു. ബജാജ് ഓട്ടോയുടെ റിസൾട്ട് വന്നപ്പോൾ ലാഭത്തിൽ 5.9% നേട്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിൽ 5.8% ഉയർച്ചയും എബിഡ മാർജിൻ 20.17%-വുമായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിന്നുന്ന പ്രകടനമാണ് സുസ്ലോൺ എനർജി 4ാം പാദത്തിൽ കാഴ്ചവെച്ചത്. ലാഭത്തിൽ 365.2% കുതിപ്പ് ഇത്തവണ കമ്പനിക്ക് നേട്ടമായി. വരുമാനം 72.6%-വും കുതിച്ചു. എക്സെപ്ഷണൽ ഗെയിൻ ആണ് കമ്പനിയുടെ ഈ കുതിപ്പിന് പിന്നിൽ. വരുന്ന വാരം ജൂൺ 2-ാം തീയതി ഏജീസ് ലോജിസ്റ്റിക്കിന്റെ അനുബന്ധ സ്ഥാപനമായ ഏജീസ് വോപ്പക് ടെർമിനൽസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 2013-ൽ സ്ഥാപിതമായ കമ്പനി LPG ആൻഡ് ലിക്വിഡ് സ്റ്റോറേജ് ടെർമിനൽ ഓപ്പറേഷൻസിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിച്ചത് 2800 കോടി രൂപയാണ്. അന്നേ ദിവസം തന്നെ ലീല ഹോട്ടൽസിന്റെ ഷോൾസ് ബാംഗ്ലൂർ ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2019-ൽ സ്ഥാപിതമായ കമ്പനി ലക്ഷറി ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. IPOയിലൂടെ ഫണ്ട് റേസ് ചെയ്തത് 3500 കോടി രൂപയായിരുന്നു. ജൂൺ 3-ന് പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റംസ് ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2008-ൽ സ്ഥാപിതമായ കമ്പനി പവർ സൊല്യൂഷൻസ് പ്രോഡക്ട്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിച്ചതാകട്ടെ 168 കോടി രൂപയും. കൂടാതെ ജൂൺ 4-ന് സ്കോഡ ട്യൂബ്സ് ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2008-ൽ സ്ഥാപിതമായ കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ്സ് ആൻഡ് പൈപ്സ് മാനുഫാക്ചറിംഗിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 220 കോടി രൂപയാണ് IPOയിലൂടെ കമ്പനി സമാഹരിച്ചത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു കോഷ്യസ് സെന്റിമെന്റ് ഫോം ആകുന്നതും IT സെക്ടറിലെ ലോസും കാരണം ഒരു റേഞ്ച് ബോണ്ട് ട്രേഡിംഗ് ആയിരുന്നുവെങ്കിലും 0.33% ഇടിവോടെയാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ജൂൺ സീരീസ് തുടങ്ങാനിരിക്കെ ഒരു നെഗറ്റീവ് ബയസോടെ വോളറ്റിലിറ്റി തുടരുന്നുവെന്നാണ് LKP സെക്യൂരിറ്റീസിലെ അനലിസ്റ്റായ റുബക് ഡേ അഭിപ്രായപ്പെടുന്നത്. അവർലി ചാർട്ടിൽ ഒരു ബെയറിഷ് മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ ഫോം ചെയ്തിട്ടുണ്ടെന്നും RSI ഇൻഡിക്കേറ്ററിന്റെ അടിസ്ഥാനത്തിൽ സൂചികയിൽ വീക്ക്നെസിന്റെ സിഗ്നൽസ് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷോർട്ടർ ടൈം ഫ്രെയിമിൽ 24,700 സൂചികയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നുണ്ടെന്നും അപ്സൈഡിൽ 24,800 ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആണെന്നും റുബക് ഡേ പറഞ്ഞു വെക്കുന്നു.
നിഫ്റ്റി അതിന്റെ 20-ഡേ EMA ലെവലായ 24,600 മുകളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി സ്വീകരിക്കാമെന്നാണ് റെലിഗിയർ ബ്രോക്കിംഗിലെ സീനിയർ വൈസ് പ്രസിഡന്റായ അജിത് മിശ്ര പറയുന്നത്. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്താൽ നിലവിലെ കൺസോളിഡേഷൻ തുടർന്നേക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഷോർട്ട് ടേമിൽ 25,080 റെസിസ്റ്റൻസ് ആയും 24,400 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത് നിഫ്റ്റിയുടെ മൊമെന്റം വീക്ക് ആകുന്നുവെന്നാണ്. മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്ററുകൾ ഫ്ലാറ്റ് ആകുന്നതും ഡയറക്ഷൻ എടുക്കാൻ സാധിക്കാത്തതും ഈ വീക്ക്നെസിന്റെ സൂചനയാണെന്നും അവർ പറയുന്നു. ഈ സിറ്റുവേഷനിൽ 25,050 മുതൽ 25,100 നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 24,150 മുതൽ 24,100 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അവർ പറയുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റി കമ്പാരിറ്റീവ്ലി ഒരു പോസിറ്റീവ് ബയസോടെ 0.37% നേട്ടത്തിലാണ് ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സൂചികയിൽ ഒരു സ്ട്രോങ് കപ്പ് പാറ്റേൺ ബ്രേക്ക്ഔട്ടിന് ചാൻസ് ഉണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇത് കൺഫേം ആയാൽ നിഫ്റ്റിയിലും ഒരു പോസിറ്റിവിറ്റി റിഫ്ലക്ട് ചെയ്തേക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ 56,000 ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 54,800 മുതൽ 54,600 സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അവർ കൂട്ടിച്ചേർത്തു. അടുത്ത വാരത്തിൽ RBIയുടെ MPC മീറ്റിംഗും ഓട്ടോ സെയിൽസ് ഡേറ്റയുമാണ് നിർണായകമാകുന്നത്. ഇതിനു പുറമെ മെറ്റൽ സെക്ടറിന് അധിക താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയും വിപണികളുടെ ഗതിയെ നിയന്ത്രിക്കും. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.